നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകരാജ്യങ്ങളിൽ കോവിഡ് വകഭേദമായ ഒമിക്രോൺ കേസുകൾ കുതിച്ചുയരുകയാണ്. യൂറോപ്പിലും യുഎസിലും ഒമിക്രോണിനെ തുടർന്ന് വൻതോതിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിലും എങ്ങനെ ഒമിക്രോണിനെ തടയാമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. എന്നാൽ ലോകരാജ്യങ്ങൾക്ക് ജനോം സീക്വൻസിംഗ് ഇരട്ട ആശങ്കയാണ് നൽകുന്നത്. ഒമിക്രോണിനേക്കാളും കൂടുതൽ ഡെൽറ്റ കേസുകളാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ജനോം സീക്വൻസിംഗ് നടത്തിയ പല ഡാറ്റകളിലും ഡെൽറ്റയുടെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒക്ടോബർ 20-നും ഡിസംബർ 19-നും ഇടയിൽ 10.51 ലക്ഷം ജനോം സീക്വൻസിംഗുകളാണ് നടത്തിയത്. ഇതിൽ 10.1 ലക്ഷം ഡെൽറ്റ കേസുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് ലോകാരോഗ്യ സംഘടന പ്രതീക്ഷിച്ചതിന് മുകളിലുള്ള കണക്കാണ്. നിലവിലുള്ള കേസുകളിൽ 96% ഡെൽറ്റ കേസുകളാണ്. ഒമിക്രോൺ ആകെ 17,000 കേസുകളാണ് ഉള്ളത്. ആഗോളതലത്തിൽ ആകെയുള്ള കേസുകളിൽ 2% താഴെ മാത്രമാണ് ഒമിക്രോൺ ഉള്ളത്. പക്ഷേ ഇനിയുള്ള 2 മാസം കൊണ്ട് ഇത് വൻതോതിൽ കുതിച്ചു കയറാനുള്ള സാധ്യത ശക്തമാണ്. അതേസമയം ഈ കണക്കുകൾ പക്ഷേ പൂർണ്ണമല്ല എന്ന് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നു. പബ്ലിക് ഡേറ്റാബേസുകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ലോകാരോഗ്യ സംഘടന ഉപയോഗിക്കുന്നത്. എന്നാൽ പല രാജ്യങ്ങളും കൃത്യമായ കേസുകളുടെ വിവരം ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒമിക്രോൺ കേസുകളുടെ കൃത്യമായ വിവരമല്ല ഇത്. ഇപ്പോഴുള്ളതല്ല ഒമിക്രോണിന്റെ യഥാർത്ഥ കണക്ക്. ഇനി വരുന്ന ആഴ്ചകളിൽ ഇത് ഡെൽറ്റയെ കടത്തിവെട്ടിയേക്കുമെന്നാണ് സൂചന. അതേസമയം റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ കേസുകളും ജനോം സീക്വൻസിംഗിന് അയച്ചതല്ല. ഈ ആഴ്ച ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഒമിക്രോൺ കേസുകൾ എത്ര, ഡെൽറ്റ കേസുകൾ എത്രയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. 45,000-ഓളം ഒമിക്രോൺ കേസുകളാണ് ബ്രിട്ടനിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇത് ആഗോളതലത്തിലുള്ള ഡാറ്റാബേസുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒമിക്രോൺ ഇപ്പോഴും ഡെൽറ്റ വേരിയന്റിന് മുകളിൽ പോയിട്ടില്ല എന്നാണ് നിലപാട്. അതേസമയം പല രാജ്യങ്ങളും ജനോം സീക്വൻസിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ ഡെൽറ്റ കേസുകൾ കുറഞ്ഞു വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഡെൽറ്റയുടെ മുകളിൽ പോകും ഒമിക്രോൺ എന്നാണ് പറയുന്നത്. അതിനുള്ള തെളിവുകളുമുണ്ട്. എന്നാൽ തീവ്രതയുടെ കാര്യത്തിൽ ഒമിക്രോൺ ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. എന്നാൽ ബ്രിട്ടനിലും ദക്ഷിണാഫ്രിക്കയിലും ഒമിക്രോണിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തുന്ന കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 106 രാജ്യങ്ങളിൽ ഒമിക്രോൺ കേസുകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യൂറോപ്പിലാണ് ഏറ്റവും കൂടുതൽ കേസുകളുള്ളത്. യൂറോപ്പിന് പുറത്ത് ദക്ഷിണാഫ്രിക്കയിലാണ് കേസുകളുടെ ആധിപത്യം ഉള്ളത്. യുഎസും വിയറ്റ്നാമും ഒമിക്രോണിനെ തുടർന്ന് ആരോഗ്യ പ്രതിസന്ധിയിലായ രാജ്യങ്ങളാണ്. മൊത്തം കേസുകളിൽ 63% യൂറോപ്പിലാണ്. ഡിസംബർ 13-നും 19-നും ഇടയിലുള്ള ആഴ്ച 26 ലക്ഷം കേസുകൾക്ക് മുകളിലാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ കേസുകൾ. അതേസമയം പല രാജ്യങ്ങളും ക്രിസ്മസ് ആഘോഷങ്ങൾ ഒന്നാകെ നിയന്ത്രിച്ചിരിക്കുകയാണ്. ബ്രിട്ടൻ, സ്പെയിൻ, ഫ്രാൻസ്, അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവർ കോവിഡ് കേസുകളുടെ ആധിക്യത്തിൽ ബുദ്ധിമുട്ടുകയാണ്. നിയന്ത്രണങ്ങൾ ശക്തമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം ഗബ്രിയേസസ് പറയുന്നു. അവധിദിന പരിപാടികൾ റദ്ദാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതം നഷ്ടപ്പെടാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു പരിപാടി റദ്ദാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ബ്രിട്ടനും ഓസ്ട്രേലിയയും പ്രത്യേക നിയന്ത്രണങ്ങളൊന്നും ഒമിക്രോണിനെ നിയന്ത്രിക്കാൻ ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ എന്നിവർ കൂടുതൽ നിയന്ത്രണങ്ങൾ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ ശേഷം മാത്രമേ കൊണ്ടുവരൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. യുഎസ് ഒരിക്കലും ലോക്ഡൌണിലേക്ക് പോകില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. പ്രത്യേകിച്ച് ക്രിസ്മസ് കാലയളവിൽ അതൊരിക്കലും ചെയ്യില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒമിക്രോൺ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആഗോളതലത്തിൽ 3000-ഓളം സർവീസുകൾ അവസാന നിമിഷം റദ്ദാക്കുകയാണ് വിമാന കമ്പനികൾ. ഇന്നലെയും ഇന്നത്തെയും ക്രിസ്മസ് ഫ്ലൈറ്റുകൾ അവസാന നിമിഷം റദ്ദാക്കിയത് യാത്രക്കാരെ ഒന്നാകെ ദുരിതത്തിലാഴ്ത്തി. ഇന്നലെ രാവിലെ വരെ ആഗോളതലത്തിൽ റദ്ദാക്കളുടെ എണ്ണം 3000-ലധികമായതാണ് റിപ്പോർട്ട്. യുഎസിൽ ചില പ്രദേശങ്ങളിലെ പ്രതികൂല കാലാവസ്ഥ വിമാന സർവീസുകൾ റദ്ദാക്കാൻ കാരണമായിട്ടുണ്ട്. യുണൈറ്റഡ് എയർലൈൻസ് ഇന്നലെ 12ഓളം വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടാൻ ഷെഡ്യൂൾ ചെയ്ത 150 ഫ്ലൈറ്റുകളാണ് റദ്ദാക്കിയത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.